അപ്പോൾ നമുക്കിന്ന് സിമ്പിളായിട്ട് ഒരു സബോള ചമ്മന്തി ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തത് ഒരു സബോളയാണ് കേട്ടോ. ഒരു സബോള മാത്രം മതി നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ സബോളയുടെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സബോളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പുളിയാണ് എടുത്തത്. പുളി നമുക്ക് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. ഇനി ഒരു പാൻ അടപ്പത്ത് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടി വെള്ളത്തിൽ ചാലിച്ച് വെച്ചായിരുന്നു കേട്ടോ. അതും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മുളക് പൊടിയുടെ ചാറൊക്കെ നല്ലോണം ഒന്ന് വറ്റി വരണം. നല്ലോണം ഒന്ന് വറ്റി കുറുകി വരണം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മുളക് പൊടിയുടെ ചാറൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് കുതിർത്ത് വച്ചേക്കണം പുളിവെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം. പുളിവെള്ളം ഒഴിച്ച് നല്ലോണം ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുകി വരണം കേട്ടോ ചാറൊക്കെ. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വച്ചേക്കണം സബോളയിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള ആ സബോള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണേ.